എനിക്കതിൽ ദണമല്ല ഗൈസ്, പറയാം, ഞാൻ കഥ പറയാം, വെയിറ്റ് ചെയ്യൂ. ഞാൻ എവിടെ പോകുന്നു? ഫീഫ വേൾഡ് കപ്പിൽ പോകുന്നു. എവിടെ പോകുന്നു? ഫീഫ വേൾഡ് കപ്പ്. പറയാം. ഫുട്ബോൾ, സോക്കർ എന്താന്ന് വല്ല അറിയോ? ഒരു മാങ്ങ അറിയത്തില്ല, പക്ഷെ എങ്ങനെ അങ്ങ് പോകും. അപ്പോൾ എൻ്റെ യാത്ര അങ്ങ് ഹ്യൂസ്റ്റൺ ടെക്സസിലോട്ട്. കഴിക്കാൻ മെക്ഡോണൾഡ്സ് നിർത്തിയപ്പം അവിടെയും ഫീഫ വേൾഡ് കപ്പ്. 3 മണിക്കൂർ ഞാൻ യാത്ര ചെയ്തു. മഴയായിരുന്നു. എങ്ങനെയൊക്കെ ഓടിച്ചെത്തി ഇതാണ്ട് സ്റ്റേഡിയം. രാത്രിയിൽ അവിടെ ഇങ്ങനെ ഹോട്ടലിലെത്തി. ആ ഹോട്ടലിലെത്തിയപ്പോൾ അവിടെയും ഫീഫ വേൾഡ് കപ്പ്. ഹോട്ടലിലെ കക്കേഴ്സ്, ബെഡ്. ഞാൻ ഒരുങ്ങുന്നു. ആർക്കണ്ട് വേണ തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നു, ഫിറ്റ് ചെക്ക് ചെയ്യുന്നു. അമ്മേ സൗന്ദര്യം പോയോ. ഒരു 15 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിലോട്ട് നടക്കാനായിട്ട്. കണ്ടില്ലേ കോങ്കോ ചേച്ചിമാരെ. അപ്പോൾ മാച്ച് പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ. അങ്ങനെ റൊണാൾഡോ 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 ടീഷർട്ട് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ന്യൂസ് റിപ്പോർട്ടർ ചേച്ചി. 75,000 കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റേഡിയം ആയിരുന്നു. അതുകൊണ്ട് നിറച്ച് ആൾക്കാരായിരുന്നു. അടിപൊളിയല്ലേ കേൾക്കാൻ. അങ്ങനെ വേൾഡ് കപ്പ് കാണാനായിട്ടുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ദൈവകൃപയാൽ കിട്ടി. ജനകോടികൾ റൊണാൾഡോ റൊണാൾഡോ റൊണാൾഡോനെ കാണാം. അതുകൊണ്ട് തന്നെ ഞാൻ കോങ്കോ സപ്പോർട്ട് ചെയ്ത് തീരുമാനിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറി. എത്ര മനുഷ്യരായിരുന്നു. എനിക്ക് കിട്ടിയ സീറ്റ് ഫീൽഡ് ലെവലായിരുന്നു. വെൽ ഗൈസ് പറയാം, അഹങ്കാരം കൊണ്ട് പറയല്ലടാ മോനെ. പിന്നെ ഞാൻ പോയെന്ന് കാണിക്കാനുള്ള പട്ടി ഷോ കണ്ടോളൂ. എൻ്റെ കാലുകൾ നടക്കുന്നു നടക്കുന്നു കയറുന്നു. വാവ് ഗൈസ്, വാവ്. പറഞ്ഞതുപോലെ ഞാൻ കോങ്കോ തന്നെ സപ്പോർട്ട് ചെയ്ത് പോർച്ചുഗലിൻ്റെ ഫ്ലാഗ് ഞാൻ മുഖത്ത് വരച്ചെങ്കിലും കോങ്കോ വരയ്ക്കാനുള്ള പെണ്ണ് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ സ്റ്റേഡിയത്തിലെ ബഹളം കേൾക്കണമെങ്കിൽ ഞാൻ തമ്മിൻ്റെ അറിയാൻ കുറച്ച്. റൊണാൾഡോനെ കണ്ട എല്ലാ ചേച്ചിമാരും എന്നൊക്കെ. എനിക്ക് വലിയ ചുള്ളനായിട്ടൊന്നും തോന്നില്ല. ഞാൻ അവിടെ സാമുൽ മൗത്തുസാമിനെ കാണാൻ വന്നതാ. നിങ്ങൾക്കറിയാവോ ഒരു തമിഴ് കോങ്കോ ടീമിലുണ്ടായിരുന്നെന്ന്? സാമുൽ മൗത്തുസാമി. ഞാൻ സാമുവൽ മൗത്തുസാമിനെ കാണാൻ വന്നതാ. കുറെ ചവല ഷർട്ടിന്റെ ഇടയ്ക്ക് നീല ഷർട്ടിനെ കാണാൻ എന്ത് രസമായി. അങ്ങനെ റൊണാൾഡോനെ നേരിട്ട് കാണാൻ പറ്റി. അതിലൊരു ചെറിയ സന്തോഷമില്ലായ്മയില്ല കേട്ടോ. അങ്ങനെ കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്നു, കൈ കൊടുക്കുന്നു, കളി തുടങ്ങുന്നു, ജനങ്ങൾ ഇളകുന്നു. റൊണാൾഡോയുടെ കാല ആ ബോളൊന്ന് ചുംബിക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. റൊണാൾഡോ മൂക്ക് ചൊറിയുന്നു. ആരോ ഗോൾ അടിക്കുന്നു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഞാൻ സാമുൽ മൗത്തുസാമിനെ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോറി ഗായ്സ്. ഏതാണ്ട് കിടക്കുന്ന ഐസ് സ്പീഡ് ചാടുന്നു. ഐസ് സ്പീഡ് അവിടെ ചാടുന്നു. കൂടെ ചാടാനായിട്ട് കുറച്ച് ലേഡീസും കണ്ടില്ലേ, ലേഡീസ്. റൊണാൾഡോ ചിരിക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, നടക്കുന്നു. റെക്കോർഡ് ചെയ്യാൻ ഗൈസ്, തിരകൾ വരുന്നു. ഐസ് സ്പീഡാണ് ഈ തിരകൾ സ്റ്റാർട്ട് ചെയ്തത് എന്ന ശരീരം എനിക്ക് കിട്ടി. എങ്ങനെയെങ്കിൽ കോങ്കോ ഒരു ഗോൾ അടിക്കണം 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 ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇപ്പോഴാണ് ഗൈസ് ആ സംഭവം നടന്നത്. ഒരു സായിപ്പ് എനിക്ക് ഉമ്മ തന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ എൻ്റെ നൃത്തച്ചവിട്ടുകൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തു. ആശാനത് ഇഷ്ടപ്പെട്ടോ എന്തോ. എന്തായാലും കളിയെല്ലാം കഴിഞ്ഞു. ആ കളിയല്ല ഗൈസ്, പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ 1-1 ടൈയിൽ അവസാനിപ്പിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്.